ഘടകകക്ഷി നേതാക്കന്മാരും തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ആലോചിച്ച് വൈകുന്നേരത്തോടെ കേരള ഗവർണറെ കാണുന്ന കാര്യം നിർദ്ദിഷ്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് തീരുമാനിക്കും. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ വിജയാശംസകളും KPCCയുടെ പേരിൽ ഞങ്ങൾ നേരുകയാണ്. മീറ്റിംഗ് അസംബ്ലി ഹാളിൽ പാർലമെന്ററി പാർട്ടി ചേരുന്നതിന് അസംബ്ലിയിൽ പ്രത്യേകം സംവിധാനമുണ്ട്. അവിടെയാണ് യോഗം ചേരുന്നത്. സൗകര്യത്തിന് വേണ്ടി എല്ലാവർക്കും വരാനുള്ള സൗകര്യത്തിന് വേണ്ടി. താങ്ക് യു ഓൾ. താങ്ക് യു. ഗവർണറെ കാണുന്ന സമയം നിയുക്ത മുഖ്യമന്ത്രിയുമായി VD സതീശനുമായി കൂടി ആലോചിച്ചതിന് ശേഷം അറിയിക്കാമെന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് നിയമസഭാ മന്ദിരത്തിലായിരിക്കും ചേരുക. നേരത്തെ ഇന്ദിരാഭവനിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുക എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ KPCC പ്രസിഡന്റ് അറിയിക്കുന്നത് നിയമസഭാ കക്ഷി യോഗം വൈകിട്ട് നിയമസഭാ മന്ദിരത്തിലായിരിക്കും ചേരുക എന്നതാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നു. VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. നാടെമ്പാടും UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തോടുകൂടി ഇപ്പോൾ നിരത്തുകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അവർ പ്രതീക്ഷിച്ചിരുന്ന VD സതീശനെ തന്നെ ഒടുവിൽ തെരഞ്ഞെടുക്കുന്നു. ചില മുറുമുറുപ്പുകൾ, ചില അസംതൃപ്തികളൊക്കെ ചില നേതാക്കളുടെ ഭാഗത്തുണ്ട്. അതൊക്കെ പറഞ്ഞു തീർക്കാം എന്ന പ്രതീക്ഷ കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്കില്ല എന്ന നിലപാടിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന മറ്റൊരു പേരുകാരനായിരുന്നു. അദ്ദേഹം പറയുന്നത് താൻ അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകനായി തുടരും, ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. സുധാകരൻ അതൃപ്തനാണ്. സുധാകരൻ നേരത്തെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരസ്യമായി തന്നെ നിർദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ നിർദ്ദേശം സ്വീകാര്യമായില്ല. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലുമായി ഇപ്പോൾ ചർച്ചയ്ക്ക് സുധാകരൻ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക്, KC വേണുഗോപാലിന്റെ വസതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ സുധാകരൻ ക്യാമ്പ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.